ഹബീബായ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്തുനബിയോട് ചേർന്ന് നിന്ന അവിടുത്തെ പ്രിയപ്പെട്ട എല്ലാമായിരുന്ന പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട മഹദി, പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ഉമ്മയെ പറയാതിരിക്കാൻ പറ്റില്ല. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. 2 ഭർത്താക്കന്മാരും മരിച്ചുപോയി. പിന്നെ ഖദീജ ബീവി തീരുമാനിക്കണം, ഇനി ഒരു കല്യാണം വേണ്ട. 2 ഭർത്താക്കന്മാരും മരിച്ചുപോയി, 2 കല്യാണത്തിലായി, 3 മക്കളുണ്ട്. 2 ഭർത്താക്കന്മാരും മരിച്ചപ്പോ പിന്നെ ഖദീജ ബീവി തീരുമാനിച്ചു, ഇനി ഒരു കല്യാണമേ വേണ്ട. കാരണം 2 ഭർത്താക്കന്മാരും മരിച്ചുപോയല്ലോ. അവിടുത്തെ പ്രിയപ്പെട്ട ബാപ്പ ഹുവൈലിദ് വലിയ കച്ചവടക്കാരനും വലിയ ബിസിനസ്സുകാരനും വലിയ സമ്പത്തുള്ള ആളായിരുന്നു. വലിയ സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. മക്കയിലെ വലിയ പ്രമാണിയായ ഹുവൈലിദ് എന്ന് പറയുന്ന ബാപ്പാന്റെ മോളാണ് ഖദീജ ബീവി. അതുകൊണ്ട് ഇനി ബാപ്പാന്റെ കൂടെ ബിസിനസ് ഒക്കെ നോക്കി നടക്കുക, കച്ചവടമൊക്കെ നോക്കി ബാപ്പാന്റെ കൂടെ കൂടെ കല്യാണം നിഞ്ഞു വേണ്ട എന്ന് തീരുമാനിച്ചു. എന്നാൽ കച്ചവടത്തിന് വേണ്ടി ബാപ്പന്റെ കൂടെ കൂടി കുറെ കാലം അങ്ങനെ പോയി. പക്ഷേ ബാപ്പ മരണപ്പെട്ടു പോയി. ബാപ്പ മരണപ്പെട്ടു പോയപ്പോ ഖദീജ ബീവി പിന്നെ കച്ചവടം മൊത്തം, കുടുംബത്തിന്റെ കാര്യങ്ങൾ മൊത്തം ഖദീജ ഉമ്മ ഏറ്റെടുക്കാൻ കച്ചവട സംഘത്തെ സിറിയയിലേക്ക് പറഞ്ഞേക്കാൻ. ഒരുപാട് സാധനങ്ങളുണ്ട്, കച്ചവട ചരക്കുകളുണ്ട്, സിറിയയിലേക്ക് കച്ചവടത്തിന് വേണ്ടി പറഞ്ഞേക്കാൻ. അപ്പൊ കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മൈസർ എന്ന് പറയുന്ന ഒരാളെ ഏൽപ്പിച്ചു. അയാളോട് പറഞ്ഞു, കറക്റ്റ് കണക്ക് കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം, കച്ചവടത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കണം, ഒരുപാട് ചരക്കുകളുമായി വലിയ ലാഭം കൊഴിയണമെന്ന ഉദ്ദേശത്തോടെയാണ് ഖദീജ ബീവിയെ പറഞ്ഞേക്കുന്നത്. പക്ഷെ മൈസർ പറഞ്ഞു, എന്നെ കൊണ്ടാവൂല ഖദീജ, കാരണം ഇത്രയും വലിയ ചരക്കുകളുമായിട്ട് കച്ചവടത്തിന് പോകുമ്പോൾ ഇതിന്റെ കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി വെക്കൽ എനിക്കത് പ്രയാസമാണ് ഖദീജ, അതുകൊണ്ട് ഇതിനെ പറ്റിയ ഒരാളെ ഏൽപ്പിക്കണം. ഖദീജ ബീവി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആരെ നമ്മൾ ഏൽപ്പിക്കുക, അതിനെ പറ്റി ആരാ ഉള്ളത്? മൈസർ പറഞ്ഞു, അന്വേഷിച്ചോക്കാം. അന്ന് അന്വേഷിച്ചു നോക്ക്, അതിനെ പറ്റി വിശ്വസ്തനായ ആരെങ്കിലും ഈ മക്കയിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഒരുപാട് അന്വേഷിച്ചു. മൈസർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഖദീജ, വിശ്വസ്തനായ ഒരാളുണ്ട്, അൽ അമീൻ എന്ന് ജനങ്ങൾ വിളിക്കുന്ന മക്കയിലെ വിശ്വസ്തരായ മുഹമ്മദുർ റസൂലുള്ളാഹി, അൽ അമീൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഉണ്ട് ഖദീജ. ഖദീജ ബീവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അയാളെ കൊണ്ടു. ആരാണ്? അദ്ദേഹത്തെ കൊണ്ടുവരൂന്ന് പറഞ്ഞു. മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരാൻ. ഖദീജ ബീവി വിഷയങ്ങളൊക്കെ പറഞ്ഞു. കച്ചവട ചരക്കുകളൊക്കെ ഒരുപാട് കച്ചവട ചരക്കുണ്ട്, ഇതൊക്കെ കൊടുത്തു. സിറിയയിലേക്ക് കച്ചവടത്തിന് അയച്ചു. 6 മാസം കൊണ്ട് കച്ചവടം ചെയ്താൽ തീരുള്ളൂ, അത്രത്തോളം സാധനങ്ങളുണ്ട്. 6 മാസം കച്ചവടം ചെയ്യണം, എന്നാലേ കച്ചവട ചരക്കുകൾ വിറ്റ് തീരുള്ളൂ. സാധാരണയിൽ 6 മാസം കൊണ്ട് തീർക്കുന്നതാണ്. ആ വലിയ കച്ചവട ചരക്കുകളുമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കച്ചവട സംഘത്തെയും അയക്കുന്നത്. മൈസറും കൊണ്ട് കൂടെ അവര് സിറിയയിലേക്ക് പോയി. കച്ചവടമൊക്കെ കഴിഞ്ഞ് 6 മാസം കൊണ്ട് ചെയ്യേണ്ട കച്ചവടം മാഷാ അല്ലാഹ് അത്ഭുതകരമായി 15 ദിവസം കൊണ്ട് ആ കച്ചവട ചരക്കുകൾ മുഴുവനും വിറ്റു തീർത്ത് അവർ അൽഹംദുലില്ലാഹ് തിരിച്ചു വരാണ് മക്കയിലേക്ക്. അത്ഭുതം! 6 മാസം കച്ചവടം ചെയ്താലേ തീരേണ്ട സാധനം 15 ദിവസം കൊണ്ടാണ് വിറ്റ് തീർക്കുകയാണ്. അവർ അത്ഭുതകരമായി കച്ചവടം ചെയ്തിട്ട് മുത്തുനബിയുടെ നേതൃത്വത്തിൽ കച്ചവടം ചെയ്തിട്ട് അൽഹംദുലില്ലാഹ് ഹബീബായ തങ്ങളും കച്ചവട സംഘവും തിരിച്ചു വരാൻ. രാത്രിയിലാണ് തിരിച്ചെത്തുന്നത്. മൈസർ സന്തോഷത്തിൽ ഖദീജ ബീവിന്റെ അടുത്തേക്ക് പോവാണ്. മുത്തുനബിയെ വിളിച്ചു. മുത്തുനബി പറഞ്ഞു, ഞാനില്ല, ഞാൻ ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാം, കാരണം ഇപ്പോൾ സമയം രാത്രിയാണ്. ഭാര്യയിൽ ഭർത്താവില്ലാത്ത ആളാണല്ലോ ഖദീജ. ഭർത്താവില്ലാത്ത വീട്ടിലേക്ക് ഞാൻ ഈ രാത്രി സമയത്ത് വരുന്നില്ല, രാവിലെ ആവട്ടെ നമുക്ക് പോവാ. ഏതായാലും മൈസർ പോയി. ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ, വല്ലാത്ത അത്ഭുതമായിരുന്നു കച്ചവടം. ഖദീജ ബീവി ചോദിച്ചേ, 6 മാസം കൊണ്ട് സാധാരണ ചെയ്യുന്ന കച്ചവടം, കച്ചവടം മൊത്തം സാധനങ്ങൾ മൊത്തം തീർന്നോ? അതെ ഖദീജ, 6 മാസം കൊണ്ട് കച്ചവടം ചെയ്താൽ തീരുന്ന ചരക്കുകൾ
നിങ്ങൾ ഞങ്ങളെ കച്ചവടത്തിന് വേണ്ടി അയക്കുമ്പോൾ തന്നിരുന്നല്ലോ. എന്നാൽ ഈ 15 ദിവസം കൊണ്ട് ആ കച്ചവട ചരക്കുകൾ മുഴുവനും മുഹമ്മദ് വിറ്റ് തീർത്തു ഖദീജ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ആ മുഹമ്മദ് വലിയ അത്ഭുതമാണ്. അൽ അമീൻ എന്ന് ജനങ്ങൾ വിളിക്കുന്ന വിശ്വസ്തരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ അത്ഭുതമാണ് ചോദിച്ചു ഖദീജ ബീവി. ഖദീജ ബീവിക്ക് വലിയ ആവേശത്തോടെ അത്ഭുതത്തോടെ ചോദിച്ചു, പറയൂ മൈസറേ, എന്താണ് മുഹമ്മദിന്റെ അത്ഭുതം? അതേ മൈസൂർ പറയുകയാണ്, ഞങ്ങൾ കച്ചവട ചിരക്കുകളുമായി പോകുമ്പോ അതേ പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ പല പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും വലിയ വലിയ ആലിമീങ്ങളെയൊക്കെ ഞങ്ങൾ കാണുമ്പോ അവരെല്ലാം ഈ മുഹമ്മദിനെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നു ഖദീജ. അവരെല്ലാം മുഹമ്മദിനെ ബഹുമാനിക്കുന്നു ഖദീജ. മുഹമ്മദ് ചില്ലറക്കാരനല്ല. മക്കയിലെ അൽ അമീനായ മുഹമ്മദ് ചില്ലറക്കാരനല്ല. മക്കയിലെ സർവ പുരോഹിതന്മാരോ ഞങ്ങൾ നോക്കുമ്പോ അവരെല്ലാം മുഹമ്മദിനെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മാഷാ അല്ലാഹ്. ഖദീജ ബീവിക്ക് അത്ഭുതമായി. പിന്നെയോ, പിന്നെ എന്ത് അത്ഭുതമാണ് കണ്ടത് മൈസറേ? അതേ മൈസർ പറയുന്നു, ഖദീജ, ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോ വലിയ ശക്തമായ ചൂട് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ മുഹമ്മദിന് മേഘം തണലിട്ട് കൊടുത്തു ഖദീജ. മുഹമ്മദിന് മേഘം തണലിട്ട് കൊടുത്തു ഖദീജ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു തണലിട്ട് കൊടുക്കുമല്ലോ. അതേ ഖദീജ ബീവിക്ക് വല്ലാത്ത അത്ഭുതമായി. പിന്നെയോ അതേ മൈസൂർ പറയുകയാണ്, ശക്തമായ ചൂടിന് ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞ് യാത്രയുടെ നടുവിൽ ഞങ്ങൾക്ക് ദാഹം അനുഭവപ്പെട്ടപ്പോ ഒരു സ്ഥലത്തും വെള്ളം കിട്ടാനില്ല. അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അരുവികൾ ഒഴുകുകയാണ്. അരുവികൾ പൊട്ടി പുറപ്പെടുകയാണ്. ഖദീജ, മുഹമ്മദ് ഒരു അത്ഭുതമാണ്. അൽ അമീനായ വിശ്വസ്തരായ മക്കയിലെ മുഹമ്മദ് ചില്ലറക്കാരനല്ല. അതൊരു സാധാരണ മനുഷ്യനല്ല. അത്ഭുതമേ അത്ഭുതമേ അത്ഭുതമേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കേട്ടപ്പോ ഖദീജ ബീവി അത്ഭുതത്തോടുകൂടെ കേൾക്കുകയാണ്. പിന്നെയോ മൈസർ പറയാണ്, പിന്നെന്ന് പറഞ്ഞാൽ കച്ചവടം വല്ലാത്ത രസകരമായിരുന്നു. കാരണം ഒരു കച്ചവട സാധനം വിൽക്കാൻ വേണ്ടി എടുത്താൽ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും പറയും. അതിനെന്തൊക്കെ പോരായ്മകളുണ്ടോ അതുവരെ പറയും. അങ്ങനെ സത്യസന്ധമായിട്ട് മുഹമ്മദ് പറഞ്ഞപ്പോ സർവ്വ സാധനവും കച്ചവടമായി പോയി, പെട്ടെന്ന് തീർന്നുപോയി ഖദീജ. ഇതൊക്കെ കണ്ട് കേട്ടപ്പോ ഈ വിശ്വസ്തനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങളോടുള്ള മഹബ്ബത്ത് ഖദീജ ഉമ്മയുടെ മനസ്സിൽ വർദ്ധിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ സംഭവം ഞാൻ ഇവിടെ പറയാനുള്ള കാരണം, അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല നൽകുന്ന മേഘം തണലിട്ട് കൊടുത്തതും, അതുപോലെ തന്നെ അരുവികൾ പുറപ്പെട്ടതും, അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല നൽകിയ ഓരോ സംഭവങ്ങളും നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാർ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മളെ അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മളെ അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മളെ അല്ലാഹു നന്നാക്കി തരട്ടെ.
ആമീൻ ബിറഹ്മതിക യാ റഹ്മർ. ആ മുത്തായ തങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാവും ഇൻഷാ അല്ലാഹ്. നാളത്തെ മജ്ലിസിൽ വരുമ്പോഴേക്ക് എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ 313 സ്വലാത്തുൽ ഫാത്തിമിയ ചൊല്ലണം. ബദരീങ്ങളെ ഹളറത്തിലേക്ക് ഹബീബായ തങ്ങളിലേക്കൊക്കെ സമർപ്പിച്ച് നമുക്ക് നല്ലോണം കണ്ണുനീരൊഴുക്കി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ സർവ്വ പ്രശ്നങ്ങൾക്കും ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് പരിഹാരം നൽകട്ടെ.